എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് രാവിലെ കാപ്പിക്ക് കപ്പ പുഴുങ്ങാന്ന് ഓർത്തോണ്ടാണേ. നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. ചേനയും ചേമ്പും കപ്പയും കൂടെ ഒരുമിച്ച് പുഴുങ്ങാൻ വേണ്ടിയാണ് നമ്മൾ മേടിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ സമയം കുറവാണ്. അതുകൊണ്ട് കപ്പ തന്നെ അങ്ങോട്ട് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കണം. അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടൊക്കെ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞൊക്കെ ആകുമ്പോൾ സമയം പോയ വിനിച്ചേട്ടൻ 7 മണിയാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞേ. വാഴക്കൊല നമ്മുടെ പറമ്പിലെ കേട്ടോ. അപ്പോൾ കപ്പ പെട്ടെന്ന് നമ്മൾ ഇതുപോലെ കൊത്തി നുറുക്കി അങ്ങോട്ട് പുഴുങ്ങിയെടുത്തേ. അരപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് രാവിലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയുള്ളൂ കേട്ടോ. ഈ ചോറ് കൊണ്ടുപോകണം ഇവിടെ. അന്നേരം ഈ കറിയൊന്നും ഞാൻ കൊടുത്തു വിടത്തില്ല കേട്ടോ. തലേദിവസം ഉണ്ടാക്കുന്ന കറികൾ വല്ല അച്ചാറൊക്കെ മാത്രമേ നമ്മൾ പൊതിക്കകത്ത് കൊടുത്തു വിടുകയുള്ളൂ. അല്ലെങ്കിൽ അന്നന്ന് തന്നെ ഉണ്ടാക്കുന്ന കറികളൊക്കെ കേട്ടോ കൊടുത്തു വിടുന്നത്. ഇനി നമുക്ക് ഓണമല്ലേ വരുന്ന, മുറ്റമല്ല ഒന്ന് ക്ലീൻ ആക്കി എടുക്കണമായിരുന്നേ. അപ്പം അടുക്കളയിലെ പണികളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ഒതുക്കിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങും കേട്ടോ ചെയ്തത്. അതിന് പറഞ്ഞ് കുറച്ച് നേരമൊക്കെ തോർച്ചയുള്ളൂ, കൂടെ മഴ വരുന്നുണ്ട്. പിന്നെ മിഷ്യത്തിൻ്റെ പറമ്പിലെ മുറ്റത്തും എല്ലാം അത്യാവശ്യം പുല്ലെല്ലാം ഇവർ വലിച്ചേട്ടനും അപ്പം കൂടെ വെട്ടി തന്നായിരുന്നു കേട്ടോ. എന്നാലും കുറേ പുല്ലുകളൊക്കെ നമ്മൾ പറിക്കണേ. പിന്നെ ഈ പായലൊക്കെ നമ്മൾ കളയാത്ത കേട്ടോ. അതിനെന്ന് പറഞ്ഞാൽ അപ്പു ബോട്ടണിയല്ലേ പഠിക്കുന്നത്. അപ്പോൾ അവന് ഈ പ്രാക്ടിക്കലിൻ്റെ ഓരോ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ വേറെ എങ്ങും പോകണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് കൊടകനാണ് കേട്ടോ, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറമ്പിൽ അങ്ങ് നട്ട് വയ്ക്കുന്നത്. മുറ്റത്ത് എവിടെ വളർന്നാലും അവിടെ അതിനെ വളരാൻ അങ്ങോട്ട് അനുവദിച്ചേക്കുക. അല്ലെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് കേടായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. മിക്ക ദിവസവും മഴയുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ പറമ്പ് തെളിച്ചാലും പെട്ടെന്ന് അടുത്ത പുല്ലിങ്ങോട്ട് വളർന്നു കയറും കേട്ടോ. ഈ പ്രാവശ്യം ഭയങ്കര മഴയായിരുന്നല്ലോ. അതുകൊണ്ട് നല്ലപോലെ മുറ്റത്ത് പുല്ലങ്ങോട്ട് വളർന്നായിരുന്നേ. ഈ അപ്പുവാണെങ്കിലും ഓരോരോ വിത്തുകളൊക്കെ കൊണ്ടുവന്ന് നടുന്നതിൻ്റെ എല്ലാം ഈ പുതിയ വിത്ത് വീണങ്ങ് മുളച്ച് പെട്ടെന്ന് മുറ്റത്താണെങ്കിൽ പറമ്പ് പോലെ വെള്ളം പൊങ്ങി വരും കേട്ടോ. പിന്നെ വെട്ടി കുറേ രാമച്ചൊക്കെ വെട്ടിക്കളഞ്ഞ് അത് ഇനി വളർന്നു വന്നോളും. പക്ഷേ അപ്പൂനൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പു നട്ട് വെച്ചതായിരുന്നു ഇതൊക്കെ. കണ്ടോ പായൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അവന് ആവശ്യമുള്ളതുകൊണ്ട് നമ്മളതിങ്ങ് ചിരണ്ടിക്കളയാൻ നിർത്തിയേക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കാന്താരിമുളകൊക്കെ പറിച്ച് ചേന ചുമ്മാ വേവിച്ചെടുക്കാമെന്ന് ഓർത്താ കേട്ടോ. അരപ്പില്ലാണ്ട് വെറുതെ വേവിച്ചെടുക്കാമെന്ന് ഓർത്താ. അപ്പം കാന്താരിമുളക് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചാൽ കേട്ടോ. ചെറിയ ഉള്ളി ഇച്ചിരി ഉപ്പും കൂടെ വെച്ച് ഇതൊന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. ചിക്കനൊക്കെ ഉണ്ട് ഇരിപ്പോൾ. എന്നാലും ഇങ്ങനെ കഴിക്കുന്ന വിനിച്ചേട്ടന് ഇഷ്ടമായി. വിനിച്ചേട്ടൻ ഇപ്പോൾ വൈകിട്ട് വരാറായിട്ടുണ്ട്. ആ നേരം നോക്കി പെട്ടെന്ന് അതങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു കേട്ടോ. നല്ലപോലെ വേകുന്ന ചേനയായിരുന്നേ. നമ്മൾ കർക്കിടകത്തിൽ 2-3 പ്രാവശ്യം ചേന കഴിച്ചായിരുന്നു. അതെല്ലാം കടയിൽ നിന്ന് മേടിക്കുക കേട്ടോ ചെയ്തേ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം നമ്മുടെ പറമ്പിൽ ഇഷ്ടംമാതിരി ചേന നമ്മൾ നട്ട് വെക്കുന്നതായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് അധികമൊന്നും ഇല്ലായിരുന്നേ. ഒരു ചോടേ ഉള്ളൂ. അതിൻ്റെ ഇല നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച് തോരൻ വെച്ചായിരുന്നല്ലോ. അതാണ് ഈ പറിക്കാറായിട്ടും ഇല്ല കേട്ടോ. പിന്നെ വിനിച്ചേട്ടൻ വന്ന് നമ്മൾ ഈ ഉള്ളി മുളകെല്ലാം ഇടിച്ച് വെച്ചതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണേ. പക്ഷേ അപ്പൂനും ഇഷ്ടമാണ്, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ നന്ദു കഴിക്കത്തില്ല കേട്ടോ. നന്ദുവിന് ഇങ്ങനെയുള്ള സംഭവങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ചേമ്പ് കഴിക്കും, പക്ഷേ ഇതൊന്നും അങ്ങനെ ഇഷ്ടമില്ലേ. പിന്നെ നന്ദുവിന് നെയ്യപ്പം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. നെയ്യപ്പം കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദുവിന് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ലേ. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം പോകും കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാവരും കഴിച്ചോളും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഇടയ്ക്ക് വീഡിയോ ഇടുന്നതൊക്കെ കുറേ കുറവാണ്. അതിനെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ നന്ദുവിൻ്റെ കൂടെ, അവൻ എക്സാം ആയിരുന്നല്ലോ, 10ലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ കുറേ നേരം നമ്മൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇരുന്ന് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ താമസം വരുമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും കാണാം.